നമസ്കാരം, ഞാൻ ഷിബു മുപ്പത്രം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് നമ്മുടെ സുധിയുടെ വൈഫിൻ്റെ ഒരു കാര്യം പറയാനാണ്. ഇത്തിരി വിഷമം തോന്നി. കാരണം അതിപ്പോൾ അങ്ങനെ ഒരു റീൽസ് ചെയ്തു, നല്ല കാര്യം. കാരണം അതിന് പറ്റാവുന്ന പോലെ അതൊക്കെ ചെയ്യട്ടെ. കാരണം നമ്മളാരും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിന് ജീവിക്കണം, അതിന് മുമ്പ് ആഗ്രഹങ്ങളൊക്കെ സിനിമ നടിയാവണമെന്നോ അല്ലെങ്കിൽ റീൽസ് ആവണമെന്നോ ജനങ്ങൾ ശ്രദ്ധപ്പെടണമെന്നൊക്കെ അതിനാഗ്രഹം ഉണ്ടാവും. എന്തായാലും സുധിയുടെ വൈഫല്ലേ, ഒരു കലാകാരൻ്റെ വൈഫാണ്. അപ്പോൾ ഒരു ഹൃദയമൊക്കെ അതിനുണ്ട്. നാടകവും ഡാൻസും പാട്ടൊക്കെ നടന്ന കൂട്ടിയാണത്. കാരണം സുധീനെ എനിക്കൊരു നടന്ന രീതിയിൽ സുധീനെ എനിക്കറിയാം. ഞങ്ങൾ അത്യാവശ്യം പരിചയക്കൊള്ളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു രേണുകയുടെ ഇപ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ചാന്തുപൊട്ട് സിനിമയിലെ ഒരു പാട്ട് സീൻ റീമേക്ക് ചെയ്തേക്കണം. നന്നായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കണം, സിനിമാറ്റിക് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കുറേ പേര് അതിന് മോശം കമൻറ്റ് വിടുകയും രേണു ശരിയല്ല, എൻ്റെ പോക്ക് ശരിയല്ല, അങ്ങനെ പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവണേ എനിക്കത്. കാരണം സുധി പോയി ഇത്ര നാളൊക്കെ ആയി എന്ന് കരുതി അതിങ്ങനെ വീട്ടിലിരിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ വേറെ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞു. ഈ പറയുന്ന ആൾക്കാരൊക്കെ ജോലി വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. പക്ഷെ ഓരോരുത്തർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അതിപ്പോൾ എത്ര വന്നാലും അത് ഹൃദയത്തിൽ നിന്ന് പോവില്ല. നമുക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. അത് വേറെ എന്ത് ജോലിക്ക് പോയാലും അത് ശരിയാവില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഇത് കിടക്കുകയാണ്, ഇത് അഭിനയ മോഹം കിടക്കുകയാണ്. അപ്പോൾ അത് വേറെ ഒരു ജോലിക്ക് പോയാലും നമുക്കത് ശരിയാവില്ല. അപ്പോൾ അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നു. എന്തായാലും ഒരു ചീത്തപ്പേര് അത് കേൾപ്പിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും രീതിയിൽ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഇന്നാളോടെ പോയി അല്ലെങ്കിൽ ഇന്നാളുടെ പോയി കൂടെ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ മോശം രീതിയിൽ കണ്ടു, അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സുധിര മോൻ എപ്പോഴും കൂടെയുണ്ട്. പിന്നെന്താ പ്രശ്നം? അതിനിഷ്ടം പോലെ ചെയ്യട്ടെ. അതിന് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും. അതിന് വെറുതെ എന്തിനു വിമർശിക്കണേ? ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ അത് ശരിയായില്ല, മോശമാണ്, അതൊക്കെ ശരിയല്ല, അതൊക്കെ തെറ്റാണ്. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റീൽസ് ചെയ്യാമെന്നുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, അല്ലേ? എത്രയോ റീൽസിലാണ് നമ്മൾ കണ്ടേക്കണത്. ഏതെല്ലാം രീതിയിലുള്ള റീൽസുകൾ. ചില റീൽസൊക്കെ നമ്മൾ മൂക്കത്ത് ചോദിച്ചു പോകും. അതേപോലെ മോശം റീൽസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അറിയപ്പെടാത്ത ആളുകളാണ്. പക്ഷെ ഇത് സുധിയുടെ വൈഫ് എന്ന നിലയിൽ അറിയുന്നതുകൊണ്ടാണ് ആളുകൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് സുധിയുടെ വൈഫ് അല്ലായിരുന്നെങ്കിൽ ഒരു വിഷയമില്ല. സുധി പോയി, ശരിയാണ്. വിധി ആരും പിടിച്ചിരുത്താൻ പറ്റുമോ? പറ്റില്ല. എന്തിനാ അതിൻ്റെ പുറത്തോട്ട് വെറുതെ കുറഞ്ഞെങ്കിൽ മനസ്സിലാവണില്ല. കാരണം ആരും 10 ദിവസം കൊണ്ട് കൊടുക്കണില്ല. അതിന് അത് പണിയെടുത്ത് തന്നെ ജീവിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്. എന്തോ ആൽബത്തിലൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞേക്കണു, ഞാൻ കണ്ടില്ല. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു, ജീവിക്കുന്നു. ആർക്കാണ് പ്രശ്നം? ആ പയ്യന് പ്രശ്നമില്ല, അവരുടെ വീട്ടുകാർ ആരും പ്രശ്നം തോന്നില്ല. ചില ആളുകൾക്ക് മാത്രമുള്ള മോശം ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണത്. അതിനൊന്നും ആവശ്യമില്ലെന്നേ. നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കാൻ പോണേ? ആ പെങ്കുച്ച് എങ്ങനെയും ജീവിച്ചോട്ടെ. ഇനി അതല്ല, ഈ ചാനൽ അല്ലെങ്കിൽ ഈ അവർ ചെയ്തിങ്ങനെ റീൽസ് വൈറലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് മറ്റൊരു പൊട്ടനാക്കിയിട്ട് ചെയ്യരുത്. എന്തായാലും റീൽസ് കണ്ടു, വളരെ നന്നായിരുന്നു. ഇനി ഇങ്ങനത്തെ റീൽസൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരാളുടെ കൂടെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ആളുടെ കൂടെ തന്നെയാണ് ഈ റീൽസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഷൂട്ട് ചെയ്യുമ്പോഴും ചുറ്റിനും ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെന്താ പ്രശ്നം? ആരും കൊണ്ട് 10 ദിവസം കൊടുക്കില്ല. എന്നാ റേഷൻ മേടിച്ചുകൊണ്ട് അതിന് 10 ദിവസം കൊടുക്കില്ല. നമ്മൾ തന്നെ നമുക്കുള്ള വഴി അത് കണ്ടെത്തണം. അത് ആ പെങ്കുച്ച് കണ്ടെത്തി മാത്രമേ ഉള്ളൂ. അത് അഭിനയിക്കട്ടെ, അനിഷ്ടം ചെയ്യട്ടെ. അല്ലാണ്ട് ഇത് സുധി പോയെന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ വൈഫ് ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിരിക്കണമെന്നാണ് നിർബന്ധം. പഴയ കാലഘട്ടമൊന്നും അല്ലത്, കാലഘട്ടം മാറി. പിന്നെ ഓരോരുത്തർ ചാനൽ തുടങ്ങിയിട്ട് വൈറലാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരാൾ തകർത്തുകൊണ്ട് നമുക്ക് ജീവിക്കണോ? എൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ആവശ്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ജീവിക്കാം. വെറുതെ പെങ്കച്ചിൻ്റെ പുറത്തേക്ക് കയറി എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ആവശ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇതാണ്ട് പറഞ്ഞ പോലെ ചേച്ചിയുടെ കെട്ടിയതിൻ്റെ കൂടെ ഒരു ഒളിച്ചോടി പോകുന്നു, അമ്മയുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടി പോകുന്നു, അച്ഛൻ്റെ പെങ്ങളോട് ഒളിച്ചോടി പോകുന്നു. അതൊന്നും ആർക്ക് പ്രശ്നമല്ല. അങ്ങനെയൊന്നും ചെയ്തില്ലത്. അത് മാന്യമായി ജീവിക്കല്ലേ, മാന്യമായി ജീവിച്ചോട്ടെ.
അറിയപ്പെടുന്ന ആളുടെ കൂടെ റീൽസ് ചെയ്തു. അത്ര മോശം റീൽസൊന്നും അല്ല അത്. അത് ആരാണ് പറഞ്ഞ പോലെ അത്ര വലിയ തെറ്റൊന്നും ഒന്നും പറയാനില്ല. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അഭിനയം. അഭിനയിക്കുമ്പോൾ എല്ലാ രീതിയിലും അഭിനയിക്കേണ്ടി വരും. കെട്ടിപ്പിടിക്കേണ്ടി വരും, മേത്തൂറേണ്ടി വരും, ഒന്നിച്ച് മറയേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. അഭിനയത്തിൻ്റെ ഓരോ വഴികളാണ്. ഇത്രയൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് പറഞ്ഞ് വെറുതെ ഒരാളെങ്ങനെ കുറ്റം പറയുക, അനാശങ്ങൾ പറയുക, അതൊക്കെ മോശമായ കാര്യങ്ങളാണ്. അതിനെന്തിനാണ് വെറുതെ ഉപദ്രവിക്കുന്നത്? അതിന് മാത്രമല്ല, അങ്ങനെയുള്ള ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല നമുക്ക്. കാരണം നമ്മളായിരുന്നു നോക്കാം, നമ്മൾ നല്ലതാണോ, എന്നിട്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയാം. എന്തായാലും അത് ജീവിച്ചു പോയിക്കോട്ടെ എങ്ങനെയെങ്കിലും. നമ്മുടെ സുധിയുടെ വൈഫല്ലേ, അത് ഇതുവരെ ചെയ്തവരൊന്നും കേൾപ്പിച്ചല്ല. ജീവിച്ചു പോട്ടെ, അത് ഇട്ടേക്ക് പാവം.